മാനവരാശിയുടെ ഭൗതിക ജീവിതത്തോടുള്ള വല്ലാത്ത തേരോട്ടത്തിനിടയിൽ നാം മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഋഷീശ്വരന്മാരും ആചാര്യന്മാരും ഗുരുക്കന്മാരും പതഞ്ജലി മഹർഷിയെപ്പോലുള്ള വ്യക്തിത്വങ്ങളുമൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് കേവലം മനുഷ്യന് ഭൗതികമായ ആവശ്യങ്ങൾക്കപ്പുറം മനസ്സുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മനസ്സ് പോലെ തന്നെ പ്രധാനമാണ് ജീവനും ആത്മാവും ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് മനസ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. സാധാരണയായി നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശരീരം കൈകൊണ്ടാണ്, വാഗൊണ്ടാണ്, ശരീരത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയാറുണ്ട്. ഉണ്ട് നിറയണം എന്ന് പറയുന്നതിനപ്പുറം എത്രയോ മഹത്തരമാണ് കണ്ട് നിറയുക എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടു നിറയണമെങ്കിൽ മനസ്സുകൊണ്ടാണ് നാം ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് തന്നെ പറയുന്ന പഴമൊഴികളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും മനസ്സിന് ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സെന്നൊക്കെ വിവിധ തലങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ബോധമനസ്സിൽ നാം കാണുന്ന, ഇപ്പോൾ നമ്മുടെ ഭൗതികമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും കുറച്ചു കാര്യങ്ങളെങ്കിലും വാസനകളായി മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ വലിയ ഉപഭോഗം നടക്കുന്ന കാലഘട്ടമാണല്ലോ. അത്തരത്തിൽ ഉപഭോഗം നടക്കുമ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു വാസന നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോകും. അങ്ങനെ ഉപബോധ മനസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അതിന് അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ബോധ മനസ്സിലേക്ക് വരികയും നമ്മെ കൊണ്ടത് പ്രേരിപ്പിക്കുകയും ചെയ്യും, ആ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യൻ്റെ ഉപബോധ മനസ്സിലേക്ക് അവിടെ ശരികളില്ല, തെറ്റുകളില്ല. ഇതിനെ മുതലാക്കിക്കൊണ്ടാണ് തീവ്രവാദ സംഘടനകളും അതുപോലുള്ള ആളുകളും ചെറുപ്പക്കാരുടെ മനസ്സിൽ ദുഷിച്ച ആശയങ്ങൾ കുത്തിവെക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ കത്തിയെടുത്ത് കുത്തുന്നതും വെടിവെക്കുന്നതും ബോംബിടുന്നതും മറ്റൊരാളിനെ നശിപ്പിക്കുന്നതുമെല്ലാം ശരിയാണ് എന്ന ബോധ്യത്തിലാണ് ഉപബോധ മനസ്സിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. ഉപബോധ മനസ്സിന് അങ്ങനെ കൃത്യമായിട്ടുള്ള ശരി തെറ്റുകളില്ല. നമ്മുടെ ബോധ മനസ്സിനാണ്, ബോധ ചിന്തയ്ക്കാണ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിനാണ് ഇങ്ങനെയുള്ള തെറ്റ് ശരികളെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വാസന ഉപബോധ മനസ്സിലേക്ക് പോകും. അങ്ങനെ ചെറിയ കാലത്ത് കുട്ടിക്കാലത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഉപബോധ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകട്ടെ, എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാകട്ടെ, നമുക്കുള്ള ഇഷ്ടങ്ങളാകട്ടെ, എന്തു കാര്യങ്ങളുമാകട്ടെ, നമ്മൾ ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം അല്ലെങ്കിൽ നിരന്തരമായി ചെയ്താൽ വാസനയുടെ അളവ് കൂടുകയും നിരന്തരമായി ചെയ്യുമ്പോൾ അത് മനസ്സിൻ്റെ ഉപബോധ മനസ്സിൽ കൃത്യമായി വാസനകളായി തന്നെ നിലനിൽക്കുകയും അത് പിന്നീട് അനുകൂല സാഹചര്യം നമുക്ക് കിട്ടുമ്പോൾ, ഏതെങ്കിലും വസ്തു ഉപയോഗിക്കുന്നതാണെങ്കിൽ ആ വസ്തു വീണ്ടും കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകും. നിരന്തരമായി ഉച്ചയ്ക്ക് 12 മണിക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 മണിക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കൃത്യമായി 1 മണിക്ക് ഭക്ഷണം കിട്ടാതിരുന്നാൽ കുറച്ച് സമയമൊക്കെ നമ്മുടെ ശരീരമൊക്കെ ഇരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാവിൽ സലൈവയൊക്കെ വരും, അല്ലെങ്കിൽ ഉമിനീര് വരും എന്നൊക്കെ പഠനങ്ങളിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിലും ഒരു മാനസിക തലം കൂടിയാണ്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായല്ലോ, എല്ലാ ദിവസവും ഈ സമയത്താണല്ലോ ഞാൻ ഭക്ഷണം കഴിച്ചെന്നുള്ള മാനസിക ചിന്തയിൽ നിന്ന് കൂടിയാണ് ഇതെല്ലാം രൂപപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം മനസ്സാണ്. ആ മനസ്സെന്ന് പറയുന്നത് വ്യക്തികൾക്കുള്ളതുപോലെ തന്നെ പ്രപഞ്ചത്തിനും മനസ്സുണ്ട്, യൂണിവേഴ്സൽ മൈൻഡ് ഉണ്ട്. ഭാരതം ലോകത്തോട് പറയാൻ ശ്രമിച്ചത് വ്യക്തികൾക്ക് മനസ്സുള്ളതുപോലെ തന്നെ, ഓരോ വ്യക്തിക്കും അവനവൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ ഉള്ളതുപോലെ ഈ പ്രപഞ്ചത്തിനും ഒരു മനസ്സുണ്ട്, യൂണിവേഴ്സൽ മൈൻഡ് ഉണ്ട്. മനുഷ്യൻ്റെ മനസ്സിൽ നാം എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അത് നന്മയാണ് ചിന്തിച്ചാൽ നമുക്ക് നന്മ തന്നെ തിരിച്ചു കിട്ടും. വിജയമാണ് ചിന്തിക്കുന്നതെങ്കിൽ വിജയം കിട്ടും, പരാജയമാണ് ചിന്തിക്കുന്നതെങ്കിൽ പരാജയമാണ് കിട്ടുക. നാം എന്താണോ നമ്മുടെ മനസ്സിലേക്ക് ഉപബോധ മനസ്സിലേക്ക് കടത്തിവിടുന്നത് അതിൻ്റെ പ്രതിഫലനം മാത്രമാണ് മനുഷ്യരുടെ എല്ലാവരുടെയും മുന്നോട്ടുള്ള പുരോഗതിയുടെയും വിജയത്തിൻ്റെയും ഘടകം. അപ്പോൾ മനസ്സിൻ്റെ ഈ മാന്ത്രിക ശക്തിയെ നാം മനസ്സിലാക്കുകയും ഉപബോധ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കടത്തിവിടുവാതിരിക്കുവാനുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ ബോധ മനസ്സിലൂടെ നാം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കിതിൽ നിന്ന്, ഇത്തരത്തിലുള്ള ദുശ്ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് മുന്നേറാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ സത്ചിന്തകൾ മനസ്സിൽ പരമാവധി കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോധ മനസ്സിലേക്ക് കൃത്യമായി കാര്യങ്ങൾ കടക്കുകയും അത് ഒരു ഘട്ടം കഴിഞ്ഞ് ഉപബോധ മനസ്സിലേക്ക് മാറുകയും അങ്ങനെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കപ്പെടും. അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അനുകൂല സാഹചര്യം വരുമ്പോൾ നമുക്ക് വീണ്ടും അത് പുറത്തേക്ക് വരും. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പുറത്തേക്ക് വരും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരാൾ നമ്മെ ഒന്ന് തല്ലിയെന്ന് വിചാരിക്കുക. ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഗെറ്റ് ടുഗദർ നടത്തുമ്പോൾ ആ തല്ലിയ സുഹൃത്തിനെ കാണുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാരിയെ കാണുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ വെച്ച് ആ കുട്ടി എന്നെ തല്ലിയല്ലോ എന്നത്. അപ്പോൾ ഇപ്പോഴൊന്ന് തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് പറയുകയെങ്കിലും ചെയ്യാം അനുഭവം എന്നുള്ള നിലയിൽ നമ്മുടെ മനസ്സിൽ കയറി വരും. എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിൽ കയറി വരുന്നത്? കോടിക്കണക്കിന് കാര്യങ്ങൾ, കോടാനുകോടി കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് നമ്മുടെ മനസ്സും തലച്ചോറുമൊക്കെ. അപ്പോൾ അതിനെ എത്ര കണ്ട് നമ്മൾ ശുദ്ധമാക്കി സൂക്ഷിക്കുമോ, എത്ര കണ്ട് നമ്മൾ പവിത്രമായി സൂക്ഷിക്കുമോ അതിനനുസരിച്ചാണ്
നമ്മുടെ മദ്യത്തിനോടും മയക്കുമരുന്നിനോടും ദുഷ്ചിന്തകളോടുമൊക്കെയുള്ള നമ്മുടെ മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സും ഉപബോധ മനസ്സും അബോധ മനസ്സും അതായത് നമ്മുടെ സ്വപ്നവും സുഷുപ്തി എന്ന ജാഗ്രത എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടുകൾ വളരെ ഗൗരവമായി ഭാരതത്തിലുണ്ടായിരുന്നു. ജാഗ്രത, സുഷുപ്തി, സ്വപ്നം എന്ന് പറയുന്ന 3 തലം തന്നെ മനസ്സിലുണ്ടെന്നും ജാഗ്രത എന്ന് പറയുന്നത് നാം കാണുന്നതാണെന്നും സുഷുപ്തി എന്ന് പറയുന്നത് ഉറക്കവുമായി ബന്ധപ്പെടുത്തിയും അതുപോലെ തന്നെ സ്വപ്നം നമ്മൾ സ്വപ്നങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുമൊക്കെ നിരവധി കാഴ്ചപ്പാടുകൾ ഭാരതം ലോകത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതെല്ലാം നാം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ മനസ്സുകൊണ്ടാണ് നാം ജീവിക്കേണ്ടത്, ശരീരം കൊണ്ടല്ല. അപ്പോൾ എന്നാൽ നല്ലൊരു മനസ്സ് നിലനിൽക്കുന്നതിന് വേണ്ടി നല്ല ശരീരവും ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സും ശരീരവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ ഒരിക്കൽ അർജുനനോട് പറയുന്നുണ്ട്. ഹേ അർജുന, നീ ഇത്രയും ദുഃഖമൊക്കെ കാണിച്ചുകൊണ്ട് തൻ്റെ ബന്ധുമിത്രാദികളും മാതുലനും അതുപോലെ ഏറ്റവും വേണ്ടപ്പെട്ടവർ മുന്നിൽ നിൽക്കുമ്പോൾ താൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യുകയെന്ന് അർജുനൻ ചോദിക്കും. ഞാനിത് തകർന്നു പോകുന്നു, എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്നെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കണം, എല്ലാവരും നശിച്ചതിന് ശേഷം സകല ആളുകളും മരിച്ചു പോയതിനു ശേഷം എനിക്ക് എന്തിനാണ് ഈ രാജ്യമെന്ന് അർജുനൻ ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, മറ്റ് പലതരത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഹേ അർജുന, നീ ഒരിക്കലും നിന്റെ ശരീരത്തെ ചീത്തയാക്കരുത്. ശരീരമാണ് ഏറ്റവും പ്രധാനം. ക്ഷേത്രം പോലെ സൂക്ഷിക്കണം ശരീരം. ആ ക്ഷേത്രം പോലെ സൂക്ഷിക്കുന്ന ശരീരത്തിലെ ദേവനും ദേവിയൊക്കെയാണ് നിന്റെ മനസ്സ്. അതുകൊണ്ട് നീ മനസ്സ് തളർന്നു പോകരുത്. മനസ്സ് തളർന്നു പോയാൽ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ശരീരവും തളർന്നു പോകും. അതുകൊണ്ട് വളരെ പ്രധാനമാണ് മനസ്സും ശരീരവുമായിട്ടുള്ള ബന്ധമൊക്കെ. അപ്പോൾ മനസ്സിൻ്റെ ചിന്തകളെ ഉയർത്തുന്നതിന് വേണ്ടി സത്ചിന്തകൾ കാണുകയും സദ്വാർത്തകൾ കേൾക്കുകയും നന്നായി വായനയുടെയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ ബോധ മനസ്സിൽ എപ്പോഴും സത്ചിന്ത കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അത് ഉപബോധ മനസ്സിലേക്ക് മാറും. അങ്ങനെ ഉപബോധ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നെ തുടർന്ന് നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത്. അങ്ങനെ പോകുന്നതിനെയൊക്കെ നമ്മൾ വാസന എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വാസനയുടെ ഒരു സങ്കല്പവും ലോകത്തിന് കൊടുക്കുന്നത് ഭാരതമാണ്. എത്ര മനോഹരമായിട്ടാണ് ഭാരതം ഇതുപോലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കേവലം ഭക്തിയെന്നും ദൈവമെന്നും അനാചാരമെന്നും അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഭാരതത്തിലെ ഹിന്ദുമതത്തിലെയും സനാതന ധർമ്മത്തെയും തകർക്കുവാനും എതിർക്കുവാനും നിൽക്കുന്ന ശക്തികൾ തിരിച്ചറിയുക. മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിനോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ച്, മനസ്സിനെക്കുറിച്ച്, ജീവനെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, യോഗയെക്കുറിച്ച് ഓരോ കാര്യങ്ങളും വളരെ വളരെ വ്യക്തമായി മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉയർന്ന മാനസിക ചിന്ത കൊണ്ടുവരുന്നതിന്, മനസ്സിൻ്റെ തലം വളർത്തിയെടുക്കുന്നതിന് മനസ്സിലാണ് നമുക്ക് തീർച്ചയായിട്ടും സത്ചിന്തകളും ദൈവചിന്തയും ഈശ്വരചിന്തയൊക്കെ ഉണ്ടാകുന്നതും. മനസ്സാണ് പ്രധാനം. നാം ഒരു ക്ഷേത്രത്തിൽ ചെന്ന് ഒരുപക്ഷെ ചെല്ലുന്നതൊരു ഗണപതി ക്ഷേത്രത്തിലായിരിക്കാം, അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിലായിരിക്കാം. പക്ഷെ അവിടെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു ദൈവത്തെ, നമുക്കിഷ്ടപ്പെട്ട, നമ്മുടെ മനസ്സിനുള്ള ഇഷ്ടപ്പെട്ട ദൈവത്തെ വിളിച്ചാൽ ആ ദൈവത്തെ തന്നെ നമുക്ക് കാണാൻ പറ്റും. തിരി കൊളുത്തി വെച്ച് അവിടെ തൊഴുതാൽ ദൈവത്തെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ തൊഴുത്തിൽ കിടക്കുന്ന ചാണകമെടുത്ത് ഇലയിൽ വെച്ച് തുളസിപ്പൂ വെച്ചാൽ ഗണപതിയാണെന്ന് സങ്കല്പിക്കാൻ കഴിയും. ഇതെല്ലാം മനസ്സിൻ്റെ ചിന്തകളാണ്. മനസ്സാണ് ഏറ്റവും പ്രധാനം. മനസ്സിൻ്റെ ചിന്തകളെ, മാനസിക തലത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാന ഭാഗമാണ് ആത്മീയമായ ചിന്തകളും ആത്മജ്ഞാനവും ആത്മബോധവുമൊക്കെ. അപ്പോൾ അങ്ങനെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവന്ന് തീർച്ചയായും നമ്മളുടെ ദുഷ്വാസനകളെ ഇല്ലാതാക്കി ഭൗതിക ജീവിതത്തിൽ കൂടുതൽ ആനന്ദവും സന്തോഷവും കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ തത്വചിന്തയായി ലോകത്തോട് നാം വച്ചിരിക്കുന്ന മാനവ ചിന്തകളും അതിൻ്റെ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളും.